السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നാസിആത്തിലെ അവസാന ചില വചനങ്ങളാണ് ഇനി വിശദീകരിക്കാനുള്ളത്. സൂറത്തു നാസിആത്തിലെ 40-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനമായി വിശദീകരിച്ചു വെച്ചത്. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى. وَأَمَّا مَنْ, ആരെങ്കിലും ഒരാൾ, ഖാഫ, ഭയപ്പെട്ടു, മഖാമ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് നിൽക്കേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണക്ക് വിളിക്കപ്പെടും എന്നതോർത്ത് അള്ളാഹുവിനെ ഭയപ്പെടുകയും ആ പേടി അവൻ്റെ നഫ്സിനെ തടഞ്ഞു വെച്ചു എന്നാണ്. വനഹൻ നഫ്സ, വനഹ അൻ നഫ്സ, അവൻ്റെ നഫ്സിനെ ആ പേടി തടഞ്ഞു വെച്ചു. അനിൽ ഹവാ, ദേഹേച്ഛയെ തൊട്ട്. അപ്പൊ ദേഹേച്ഛയെ തൊട്ട് വിട്ടു നിൽക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗമാണ് അവൻ്റെ അഭയസ്ഥാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ അള്ളാഹുവിനെ പേടിക്കേണ്ടതിൻ്റെ അനിവാര്യത, അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിനെ പേടിക്കേണ്ടതിൻ്റെ അനിവാര്യത എത്രത്തോളം ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പറയുന്നത് വനഹൻ നഫ്സ, അള്ളാഹു നഫ്സിനെ വിലക്കുന്നുണ്ട്, അനിൽ ഹവ, ദേഹേച്ഛയെ തൊട്ട്. എന്താണ് ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നത് മൈലു ത്വബഇ ഇലാ മാ യുലാഇമുഹു, അവൻ്റെ നഫ്സ് അവനെ എന്തിലേക്കാണോ പ്രേരിപ്പിക്കുന്നത് അതിനെയാണ് ഹവ എന്ന് പറയാം. അതായത് ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തായി പറഞ്ഞതുപോലെ ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, മനുഷ്യനെ മോശമായ കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ് മനുഷ്യൻ്റെ നഫ്സ് എന്ന്. അപ്പം ഇത്തരത്തിൽ മോശമായ കാര്യത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, ആ പ്രേരണക്ക് അടിമപ്പെട്ട് ആ കാര്യം ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾ ഹവയെ പിൻപറ്റുന്ന ആളുകളാണ്. നമ്മുടെ നഫ്സ് പല കാര്യത്തിനും എന്ത് ചെയ്യും, നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പല രൂപത്തിലാണ്, പല കാര്യങ്ങൾക്ക് നമ്മുടെ നഫ്സ് നമ്മളെ പ്രേരിപ്പിക്കും എന്ന് മാത്രമല്ല, ആ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു ഖൈറുണ്ടാകൂല, ഒരു ഖൈറുമില്ലാത്ത കാര്യത്തിന് നഫ്സ് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് നിങ്ങൾ ഹവയെ പിൻപറ്റാൻ പാടില്ല, നിങ്ങൾ ദേഹേച്ഛയെ പിൻപറ്റാൻ പാടില്ല എന്ന് പല ആവർത്തി വിശുദ്ധ ഖുർആനിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഹവ എന്നത്, ദേഹേച്ഛ എന്നത് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. ദേഹേച്ഛ എന്നത് പൂർണ്ണമായി വേണ്ടാത്ത ഒന്നാണ് എന്ന് പറയാൻ സാധിക്കും? ഒരിക്കലുമില്ല. അതായത് നമ്മെ തിന്നാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ഹവയാണ്. നമ്മെ തിന്നാൻ പ്രേരിപ്പിക്കുന്നത്, അതേപോലെ തന്നെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നിക്കാഹിന് പ്രേരിപ്പിക്കുന്നത് ഒക്കെ നമ്മുടെ ഹവയാണ്. അപ്പൊ ഇവിടെ ഒരു കണക്കിന് എന്ത് വേണം? ഹവ വേണം. എന്നാൽ അത് എന്താകാൻ പാടില്ല? പരിധി വിടാൻ പാടില്ല എന്നുള്ളതാണ്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപം പോലെയാണ്, ദേഷ്യപ്പെടുന്നത് പോലെ. ദേഷ്യം ഒരു പരിധി വരെ എന്ത് വേണം? ദേഷ്യം വേണം. എന്നാൽ അമിതമായി ക്ഷമിക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല, അമിതമായി കോപിക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഈ പരിധിയിൽ പലപ്പോഴും മനുഷ്യന് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ പരിധിയിൽ മനുഷ്യന് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമെല്ലാം ദേഹേച്ഛയെയും അതേപോലെ കോപത്തെയും എല്ലാം നിരന്തരം അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ, എനിക്ക് നസീഹത്ത് നൽകണം, എന്നെ ഉപദേശിക്കണം, ഔസിനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ തഗ്ലബ്, നീ എന്ത് ചെയ്യരുത്? കോപിക്കരുത് എന്ന്.
അപ്പൊ ഇവിടെ കോപിക്കരുത് എന്ന് പറയാനുള്ള കാരണം പലപ്പോഴും കോപം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വിചാരിച്ചിടത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെയാണ് ദേഹേച്ഛയും നമ്മൾ വിചാരിച്ചെടുത്ത് എന്ത് ചെയ്യൂല, അത് നിൽക്കൂല. നമ്മൾ വിചാരിച്ചതിനും അപ്പുറം എന്ത് ചെയ്യും, ആ ദേഹേച്ഛ എത്തിപ്പെടും എന്നുള്ളത് കൊണ്ട് വിശുദ്ധ ഖുർആൻ പല ആവർത്തി പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് എന്താണോ മന്ത്രിക്കുന്നത് അത് നിങ്ങൾ ചെയ്യരുത്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിലേക്ക് കാരണമാക്കി തീരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ വേണ്ടി മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിവിടെ ഈ ആയത്ത്, നമ്മൾ ഈ ആയത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് ചെന്ന് നോക്കുകയാണെങ്കിൽ, വനഹൻ നഫ്സ അനിൽ ഹവ എന്ന് പറയുമ്പോൾ ഇന്ന് എന്തൊക്കെ ദേഹേച്ഛകളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അതായത് ഓരോ തിന്മകളും ഇങ്ങനെ എന്ത് ചെയ്യാണ്, കാലം കഴിയുന്തോറും വർദ്ധിച്ചു വരിക. ആ തിന്മകളിലേക്കെല്ലാം അതിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളും വർദ്ധിക്കുകയാണ്. ആ തിന്മയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന കാരണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്, ആ ഫോണ് പിന്നെയും നമ്മെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഹവയാണ്. ഒരാവശ്യവുമില്ല എങ്കിൽ പോലും അത് പിന്നെയും ഉപയോഗിക്കണം, പിന്നെയും തുറന്നു നോക്കണം എന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഹവയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഹവയെ തടഞ്ഞു വെക്കുക എന്നതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണം. സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണം ഹവയെ തടഞ്ഞു വെക്കണം. സഹൽ റഹിമഹുല്ല പറയുന്നത്, തർക്കുൽ ഹവ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അത് ദേഹേച്ഛയെ ഒഴിവാക്കലാണ്. നമ്മുടെ മനസ്സ് പല കാര്യങ്ങളും ചെയ്യാൻ പറയും, എന്നാൽ ആ മനസ്സിനെ തടഞ്ഞു നിർത്തി അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഹവയെ മാറ്റി വെക്കണം, മാറ്റി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു കാലം വരും, ആ കാലത്തിൽ മനുഷ്യന്മാരെ മുന്നോട്ട് നയിക്കുന്നത് സത്യമായിരിക്കുന്ന സത്യം മനുഷ്യനെ മുന്നോട്ട് നയിക്കും. എന്നാൽ അതേ സമയത്ത് മറ്റൊരു കാലം വരും, ആ കാലത്ത് മനുഷ്യനെ നയിക്കുക അവൻ്റെ ദേഹേച്ഛയാണെന്നാണ്. അവൻ്റെ ദേഹേച്ഛ അവന് മുന്നോട്ട് നയിക്കും. അതായത് ദേഹേച്ഛ എന്ന് പറയുമ്പോൾ പല കാര്യത്തിലും മനുഷ്യന്റെ ഇച്ഛകൾക്ക് പ്രാമുഖ്യം നൽകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ദീനിന്റെ വിഷയത്തിൽ ദേഹേച്ഛക്ക് ചില ആളുകൾ മുൻഗണന നൽകും. എങ്ങനെയാണ് ദീനിന്റെ വിഷയത്തിൽ ദേഹേച്ഛക്ക് മുൻഗണന നൽകാന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും, അത് എൻ്റെ ബുദ്ധിക്ക് എന്തല്ല, എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല, എൻ്റെ ബുദ്ധി തേടുന്നത് മറ്റൊരു കാര്യമാണ്, അത് വളരെ പ്രകടമായി തന്നെ ബുദ്ധിക്കെതിരാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കാണാം. അതൊക്കെ സ്വന്തം ഇച്ഛകൾ എന്ത് ചെയ്യാണ്, മുൻഗണന നൽകുന്നതിന് ഉദാഹരണം. അള്ളാഹു പറഞ്ഞതാണ്, റസൂല് പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ ഇച്ഛയെ അതിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി എങ്ങനെയാണോ അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക, അതിലേക്ക് നമ്മുടെ ദേഹേച്ഛയെ തിരിച്ചുവിടണം. അതല്ലാതെ അത് സ്വീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ, അത് സ്വീകരിക്കാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ചില ആളുകൾ എന്ത് ചെയ്യും, നിരത്തും. അതൊക്കെ അവൻ്റെ ഇച്ഛകൾ എന്ത് ചെയ്യാണ്, അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ. എന്നാൽ അതേ ഇച്ഛകൾ എന്ത് ചെയ്യും, മനുഷ്യന്മാർ അത് ആ ഇച്ഛകളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അത് അവൻ്റെ വിശ്വാസമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ, ചില പണ്ഡിതന്മാർ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് എന്ത് ചെയ്യും, ഫത്വകൾ പറയും, അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ഉത്തരങ്ങൾ പറയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശം എന്ത് ചെയ്യേണ്ടതുണ്ട്, ജനങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കി കൊടുക്കണം. അവരുടെ ആദർശം അത് തെറ്റാണെങ്കിൽ പോലും അത് സത്യമാണ് എന്ന നിലക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, ഹവക്കനുസരിച്ച് ദീനിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ, ദീനിന്റെ യാതൊരു പിൻബലവും ഇല്ലാതെ ചില ആളുകൾ ഫത്വ കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ മറ്റുള്ള ആളുകൾക്ക് പ്രാർത്ഥന നൽകാൻ പാടുണ്ടോ, അവർക്ക് ഇബാദത്ത് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ പറയും, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല, അങ്ങനൊക്കെ ചെയ്യാം, അങ്ങനൊക്കെ ചെയ്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ഉത്തരം പറയും. അപ്പൊ ഇങ്ങനെ ഉത്തരം പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, അവരുടെ ദേഹേച്ഛയാണ്. അപ്പൊ ദേഹേച്ഛ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല മേഖലകളിലും ഈ ദേഹേച്ഛക്ക് ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇത് അള്ളാഹു തൃപ്തിപ്പെടുന്നതാണോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് എതിരാകുന്നുണ്ടോ എന്ന ഒരു ആലോചന നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് പല മേഖലകളിലും.
പ്രത്യേകിച്ചും കച്ചവട മേഖലകളിലൊക്കെ നമ്മുടെ ഇച്ഛകൾ, ആ ഇച്ഛകൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണോ അള്ളാഹു പറയുന്നത്, എന്താണോ റസൂല് പറയുന്നത്, അവിടെ നിൽക്കണം. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഇച്ഛയെ പിൻപറ്റി പോയി കഴിഞ്ഞാൽ അത് നരകത്തിലേക്കുള്ള പോക്കാണ്. സ്വർഗത്തിലേക്കുള്ള താക്കോലാണ് ദേഹേച്ഛയെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ, ആ ദേഹേച്ഛയെ സ്വീകരിക്കൽ എന്തിലേക്കുള്ള താക്കോലാണ്? നരകത്തിലേക്കുള്ള താക്കോലാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വൈലുൻ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഇക്താലു അലൻ നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു ഒരു കൂട്ടർക്ക് നാശം എന്ന് പറയാം. ആർക്കാണ് നാശം? അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുന്ന ആളുകൾക്ക് നാശം. എന്നിട്ട് അവരെ കുറിച്ച് പറയാണ്, അവർക്ക് കിട്ടാനുള്ള ബാധ്യതയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരത് ചോദിച്ചു വാങ്ങും. അവർ മുഴുവനും ചോദിച്ചു വാങ്ങും, അവർക്ക് കിട്ടാനുള്ളതാണെങ്കിൽ. ഇനി അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിലോ അവരെന്ത് ചെയ്യൂല? അത് പൂർണ്ണമായി കൊടുക്കുകയുമില്ല. എന്തെങ്കിലും ഇളവുകൾ കണ്ടെത്താൻ, അത് കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ എല്ലാം അവര് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അള്ളാഹു അവരെ ഭയപ്പെടുത്താണ്. ലിയൗമിൻ അലീം, ഒരു വമ്പിച്ച ഒരു ദിവസം വരാനുണ്ട് എന്നാണ്. ഒരു വമ്പിച്ച ഒരു ദിവസം വരാനുണ്ട്. അവർ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. എന്നിട്ട് അള്ളാഹു പറയാണ്, ആ വമ്പിച്ച ദിവസം വരാനുണ്ട്, ആ വമ്പിച്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് എന്നതിനെ അവർ ഭയപ്പെടുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അപ്പൊ അവിടെ അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുക എന്ന് പറയുമ്പോൾ അത് പല രൂപത്തിലുണ്ട്. പല രൂപത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തലുണ്ടാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ, ആ ജോലിക്കാരന്റെ ശമ്പളം അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കൊടുത്തു തീർക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അവിടെ അവന് നമ്മൾ നൽകുന്ന ശമ്പളം എന്നത് അവന്റെ അവകാശമാണോ അതല്ല നമ്മുടെ ഔദാര്യമാണോ? അവന്റെ അവകാശമാണ്. പക്ഷേ അവൻ കൃത്യസമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം എന്തായിരിക്കും? നമ്മൾ തിരിച്ചു പറയുന്ന നമ്മൾ പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും? പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണോ നമുക്ക് അവനെ കുറിച്ച് മോശമായത് കണ്ടത് അതൊക്കെ എന്ത് ചെയ്യും? അവിടെ നമ്മൾ നിരത്തും എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അത് അവന്റെ അവകാശമാണ്, അവന് ലഭിക്കേണ്ട അവകാശമാണത്. നമ്മുടെ ദേഹേച്ഛ മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവന്റെ അവകാശത്തെ അനിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ ദിവസം എന്ത് ചെയ്യണം? എപ്പോഴാണോ ശമ്പളം കൊടുക്കേണ്ടത് ആ ദിവസം കൃത്യമായി നമ്മൾ ശമ്പളം കൊടുത്ത് തീർക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സൂക്ഷ്മത ഇത്തരം വിഷയത്തിൽ പുലർത്തേണ്ടതുണ്ട്. ഒരു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യണം? പറയണം, 2-3 ദിവസം ലേറ്റ് ആകും, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യണം? പറയണം. കാരണം അത് അവന്റെ അവകാശമാണ്, അവന് കൃത്യസമയത്ത് ലഭിക്കേണ്ട ഒന്നാണ്. അത് നമ്മൾ വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ സൂക്ഷ്മത അതിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ചോദ്യത്തിന് വിധേയമാകുന്നതാണ്. അതാണ് ആ ആയത്തിൽ പറഞ്ഞത്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ അവൻ ഭയപ്പെടുന്നില്ലേ എന്നാണ്. ആ ദിവസത്തിന്റെ ഭയാനകത എന്താ? ആ ദിവസത്തിൽ ചില മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നത് 40 വർഷം എന്നാണ്. 40 വർഷം അള്ളാഹുവിന്റെ മുന്നിൽ എന്താണ് അള്ളാഹു വിധിക്കുക എന്ന് ആലോചിച്ചെന്ത് ചെയ്യും? ഒരു നിർത്താണ് എന്നാണ്. 40 വർഷക്കാലം നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു എന്ത് വിധിക്കും എന്നത് അറിയാതെ അത് കാത്തു നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് ലിയൗമിൻ അദീം, അത് വമ്പിച്ച ദിവസമാണ്. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കൊടുക്കാനുള്ള ബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അത് വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ നമ്മുടെ കീഴിലുള്ള ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുക്കണം. അതല്ലാതെ നമ്മുടെ ദേഹേച്ഛയെ പിൻപറ്റി അതിങ്ങനെ വൈകിപ്പിച്ച്, അത് കുറേ വൈകിപ്പിക്കുന്ന ആളുകളുണ്ട്, കൊടുക്കാതിരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഏതിന്റെ ഗണത്തിലാ പെടുക? അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുന്ന
ആ ഗണത്തിലാണ് അതിനെ ഉൾപ്പെടുത്താൻ സാധിക്കുക. അതേ സമയത്ത് ഇതിന് ഒരുപാട് രൂപങ്ങളുണ്ട്. കുട്ടികളുടെ ഫീസ് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അത് അവർക്ക് ലഭിക്കേണ്ട അവകാശമാണ്. നമ്മുടെ ഔദാര്യമാണോ? നമ്മുടെ കുട്ടി പഠിക്കുന്ന ഫീസ് നമ്മൾ കൊടുക്കുന്നു എന്നത് നമ്മുടെ ഔദാര്യമാണോ? അല്ല, അത് അവരുടെ അവകാശമാണ്, അവർക്ക് കിട്ടേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഫോണിലേക്ക് നിരന്തരം ഫീസുമായി ബന്ധപ്പെട്ട മെസ്സേജ് വന്നാലോ? ഇതിന് മാത്രമേ നേരമുള്ളൂ, കൃത്യമായി പഠിപ്പിക്കുന്നില്ല, കൃത്യമായി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, എന്നാൽ ഫീസിന്റെ വിഷയത്തുമ്പോൾ വളരെ കൃത്യത ഇവർക്കുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും? പറയും എന്നുള്ളതാണ്. അത് നമ്മുടെ ദേഹിച്ച് എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും അവരുടെ കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. അവർക്ക് ഈ ജോലിക്കാർക്കെല്ലാം കൃത്യമായി ശമ്പളം കൊടുക്കണം. ആ കൃത്യമായി ശമ്പളം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായി അവർക്ക് കുട്ടികളിൽ നിന്ന് ഫീസ് ലഭിക്കണം. പക്ഷെ ആ ഫീസ് ലഭിക്കുന്നതിൽ കൃത്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് ഉണ്ടാകുന്നത് എന്താ? അവരുടെ കീഴിലുള്ള ജോലിക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളത്തിൽ അവർക്ക് വീഴ്ച വരും, അതിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പല സ്കൂളുകളിലെയും ആളുകൾ പറയുന്നത് അവർക്ക് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രയാസപ്പെടുത്തുന്ന വിഷയം ഇതാണ്. പല ആളുകളും എന്ത് ചെയ്യുന്നില്ല? കൃത്യമായി ഫീസ് കൊടുക്കുന്നില്ല. അതിൽ ഇങ്ങനെ ഇളവുകൾ പറഞ്ഞ്, അതിൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഇങ്ങനെ പിന്മാറാൻ വേണ്ടിയുള്ള എല്ലാ കളികളും എന്ത് ചെയ്യാണ് പല മാതാപിതാക്കളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട കണക്കുകളാണ്. അപ്പൊ അത് ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് സാധിക്കുന്ന സ്കൂളിൽ എന്ത് ചെയ്യാം? നമ്മുടെ കുട്ടികളെ ചേർക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള സ്കൂളിലേക്ക് ചേർത്ത് അത് നമുക്ക് വീട്ടാനും സാധിക്കുന്നില്ല എങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഉത്തരവാദിത്തമായി പിന്നീട് മാറും. പിന്നീട് അത് നമ്മൾ നമ്മുടെ ചുമലിൽ താങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അള്ളാഹിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? കൃത്യമായി അതിന് കണക്കുകൾ ബോധിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് വിഷയത്തിലും പരിശോധിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഇതിൽ വളരെ വലിയ അനാസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ജിമ്മിന് പോകുന്ന യുവാക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും എന്ത് ചെയ്യാറില്ല? ഫീസ് കൊടുക്കാറില്ല. ഇങ്ങനെ പോകും, ഒരു മാസം പോകും, അടുത്ത മാസം പോകും. ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ട്രെയിനർ ഉണ്ടാവും, ഓനെ കുറിച്ച് കുറേ കുറ്റം പറയും. ഓൻ കളിപ്പിക്കുന്നില്ല, ഓൻ കൃത്യമായി ശ്രദ്ധിക്കണില്ല, പിന്നെ എന്തിനാ ഇപ്പൊ ഫീസ് കൊടുക്കുന്നത്? 2 മാസം പോയതിന്റെ കണക്ക് എന്തില്ല, ഓനക്ക് ഒന്നും പറയാനില്ല ആ വിഷയത്തിൽ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസം പോലും എന്ത് ചെയ്യാൻ പാടില്ല? വൈകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ദിവസം പോലും, അതായത് 30 ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസത്തെ ഫീസ് എന്ത് ചെയ്യണം? വളരെ കൃത്യമായി കൊടുക്കണം. അവിടെ നമ്മളാണ് മാതൃക കാണിക്കേണ്ട ആളുകൾ. നമ്മൾ കൃത്യമായി ആ വിഷയത്തിൽ മാതൃക കാണിക്കണം, പ്രത്യേകിച്ചും തൗഹീദുള്ള ആളുകൾ. കാരണം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യേണ്ടത് നമ്മളാണ്. എന്നാൽ നമ്മൾ ഇത്തരം വിഷയത്തിൽ വീഴ്ച കാണിക്കുന്നു എന്നത് തൗഹീദിലുള്ള വീഴ്ചയാണ്, എന്നത് തൗഹീദിലുള്ള കുറവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്. അള്ളാഹുവിന് ഇങ്ങനെ ചെയ്യുന്നത് തൃപ്തകരമല്ല എന്ന് മനസ്സിലാക്കിയ ഒരു മുവഹിദ്, അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു മുവഹിദ്, ഓൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കാതിരിക്കുക? അതിനെങ്ങനെയാണ് പ്രാധാന്യം കൊടുക്കാതിരിക്കുക? അതുകൊണ്ട് നമ്മുടെ ഹവ അത് പല രീതിയിലും പല വിഷയങ്ങളിലും നമ്മുടെ ദേഹേച്ഛ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓരോന്നും പരിശോധിച്ച് ഓരോന്നും നമ്മൾ ശരിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓരോന്നും നമ്മൾ ശരിപ്പെടുത്തണം. അങ്ങനെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ദേഹേച്ഛകളെല്ലാം പൂർണ്ണമായും നമ്മൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ഇച്ഛകൾക്ക് പിന്നിൽ പോകുന്ന ആളുകളുണ്ട്. അവരിങ്ങനെ ഓരോ ഇച്ഛകൾക്ക് പിന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനാണ് സാധാരണ ഹെഡനിസ്റ്റിക് ലൈഫ് എന്ന് പറയാം. ഹെഡനിസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? ജീവിതത്തിൽ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല. അവർക്ക് എന്താണ് അവരുടെ മനസ്സ് അവരെ പ്രേരിപ്പിക്കുന്നത് അതെന്ത് ചെയ്യും? ചെയ്തുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. നമ്മുടെ ചില സ്റ്റേറ്റിലൊക്കെ, ഇന്ത്യയിൽ തന്നെ ചില സ്റ്റേറ്റുകളിലൊക്കെ അത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അതായത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് തോന്നുന്നത്, അവരുടെ നഫ്സിന് എന്താണോ ഇഷ്ടമായി തോന്നുന്നത് അതൊക്കെ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ, അതായത് എന്താണോ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് അതൊക്കെ ചെയ്ത് ജീവിച്ച് മരിക്കാൻ കിടക്കുന്ന നേരത്ത് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്? അതായത് എല്ലാ ഹറാമുകളും കള്ള് മുതൽ പെണ്ണ് വരെയുള്ള എല്ലാ ഹറാമുകളും സമയമോ കാലമോ ഒരു വ്യത്യാസവും ഇല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ,
ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയാണ്. അദ്ദേഹം പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, നേടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ദേഹേച്ഛയുടെ പിന്നിൽ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യും? ചില ചെറിയ ആസ്വാദനങ്ങൾ ലഭിക്കും എന്നതിലുപരി ഒന്നും എന്ത് ചെയ്യൂല, ലഭിക്കുകയില്ല എന്നാണ്. യഥാർത്ഥ ആസ്വാദനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത് ദീനിലേക്ക് തന്നെ എന്ത് ചെയ്യണം? എത്തണം. ഇത് ദീനിന്റെ യഥാർത്ഥമായ അറിവിലേക്ക് എത്തുകയും ആ അറിവനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുക, നമ്മുടെ ജീവിതം ആസ്വാദനമുള്ളതാവുക, നമ്മുടെ ജീവിതം വളരെ സുന്ദരമാകുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. അതാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി പറയുന്നത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞുകൊണ്ടാണ്. അതായത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. അദ്ദേഹം ചെയ്തിരുന്ന ഹറാമായ കച്ചവടങ്ങളെല്ലാം എല്ലാം ഒഴിവാക്കി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതായത് എല്ലാ ഹറാമായ കച്ചവടം അദ്ദേഹം ഒഴിവാക്കി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ലക്ഷങ്ങൾ ഞാൻ സമ്പാദിച്ചിരുന്നു, പക്ഷേ ഈ പറയുന്ന എൻ്റെ ഇച്ഛകളെല്ലാം ഒഴിവാക്കി ഷഹാദത്ത് ചൊല്ലുന്ന ഒരു സന്ദർഭം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ആ ഷഹാദത്ത് ചൊല്ലുന്ന സന്ദർഭത്തിൽ എനിക്ക് ലഭിച്ച ഒരു ആസ്വാദനമുണ്ട്. അത് എനിക്ക് ഹറാമായ കച്ചവടത്തിലൂടെ ലഭിച്ചിട്ടില്ല. അത് ഞാൻ ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ എനിക്ക് ഒരു നിലക്കും അങ്ങനെയുള്ള ഒരു ആസ്വാദനം ലഭിച്ചിട്ടില്ല എന്നാണ്. മറിച്ച് ഷഹാദത്ത് ചൊല്ലുമ്പോൾ എനിക്ക് ലഭിച്ച ആസ്വാദനം അത് വാക്കുകൾക്ക് അതീതമാണ്, അതിന് വല്ലാത്തൊരു ഭംഗിയുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നഫ്സിന് സമാധാനം ലഭിക്കണമെങ്കിൽ ആ സമാധാനം ദീനിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക. എൻ്റെ ദിക്റിനെ തൊട്ട്, എൻ്റെ സ്മരണയെ തൊട്ട് ആരാണോ പിന്തി നിൽക്കുന്നത്, അതിൽ നിന്ന് ആരാണോ പിന്തിരിയുന്നത്, അവന് ഇടുങ്ങിയ ജീവിതം ഉണ്ടെന്നാണ്, കുടുസായ ജീവിതം ഉണ്ടെന്നാണ്. അതിന് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നത്, എത്ര പണമുള്ള മനുഷ്യനാണെങ്കിലും അവൻ എന്തുണ്ടാകും? ജീവിതം വളരെ കുടുസായി തോന്നുന്ന അവസ്ഥ ഉണ്ടാകും. കാരണം അവൻ പേടിക്കാണ്, എന്തായിരിക്കും എൻ്റെ പണത്തിന്റെ അവസ്ഥ, നാളെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് ജീവിക്കുക. അദ്ദേഹം അതിന് വിശദീകരിക്കുന്നത്, ഫലാ തുമഅ്നീനത ലഹു, യാതൊരു സമാധാനവും യാതൊരു തുമഅ്നീനത്തും അവൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇച്ഛകൾ, ആ ഇച്ഛകളെ നമ്മൾ പിടിച്ചു കെട്ടുക തന്നെ വേണം. പ്രത്യേകിച്ചും നമ്മുടെ ഫോണിന്റെ വിഷയത്തിലൊക്കെ ഒരുപാട് സമയങ്ങളാണ് നമ്മൾ അതിൽ ചെലവഴിക്കുന്നത്. അതായത് അതിന്റെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു 10 വർഷം അതല്ലെങ്കിൽ 15 20 വർഷം ചെയ്യും ഫോണിലായിരിക്കും ജീവിക്കാന്നാണ്. അതായത് ഒരു 60 വയസ്സ് ജീവിക്കുന്ന മനുഷ്യൻ 40 വയസ്സ് എന്ത് ചെയ്യുന്നുള്ളൂ? കൃത്യമായി ജീവിക്കുന്നുള്ളൂ. ബാക്കി 20 വർഷം അവന് ഫോണിലാണ് എന്നാണ്. 20 വർഷം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സമയത്തിന്റെ വില നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയത്തിന്റെ വിഷയത്തിലും നമ്മുടെ ഇച്ഛയെ പിടിച്ചു കെട്ടണം. പ്രത്യേകിച്ചും സമയത്തിന് പലപ്പോഴും യാതൊരു വിലയും നൽകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമയത്തിന് എന്തില്ല, ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പല ആളുകളും. അതായത് നമ്മൾ ഒരാളോട് ഇത്ര മണിക്ക് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ സമയത്ത് എത്തണ്ടേ? നമ്മളവിടെ എത്തുന്നുണ്ടോ? നമ്മൾ എത്തുന്നില്ല. ചിലപ്പോൾ നമ്മൾ ആരോടാണോ പറഞ്ഞത് ആ വ്യക്തി എത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ പറയുമ്പോൾ ഇപ്പം എത്തി, എവിടെ എത്തി നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? നമ്മളവിടെ എത്തിയിട്ട് തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ പറയും തൊട്ടടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വൈകിപ്പിച്ച് പോകുന്നുള്ളതാണ്. അന്യന്റെ സമയത്തിന് വിലയുണ്ട്, നമുക്ക് നമ്മുടെ സമയത്തിന് വിലയില്ല എങ്കിലും മറ്റവന്റെ സമയത്തിന് നമ്മളൊരു വില കാണണ്ടേ? അതുകൊണ്ട് സമയത്തിന്റെ വിഷയം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എത്രത്തോളമാണ് നമ്മൾ സമയത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് കർമ്മത്തിൽ നിരതരാകാൻ സാധിക്കും. ചില ഉലമാക്കളൊക്കെ പറഞ്ഞു വെക്കുന്നത്, ഒരാളുടെ സമയം അയാൾ എങ്ങനെയാണോ വിനിയോഗിക്കുന്നത് അത് നോക്കിക്കൊണ്ട് അവൻ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്ന. ഒരാൾ നല്ല രൂപത്തിൽ സമയം വിനിയോഗിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും അവൻ ചെലവഴിക്കുന്നത് മോശമായ പ്രവർത്തനങ്ങൾക്കാണ്, അനാവശ്യ കാര്യങ്ങൾക്കാണ്, ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങൾക്കാണ്. എങ്കിലോ അള്ളാഹുവിന്റെ തൃപ്തിയല്ല, പക്ഷെ അള്ളാഹുവിന്റെ കോപമാണ് അവന് ലഭിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട്
നഫ്സ് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് വൽ ഹവ യുഅ്മി സാഹിബഹു അൻ മുലാഹദതിഹാ വൽ മുറൂഅതി വദ്ദീൻ. ദേഹേച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ ദീനിനെ ഇല്ലാതാക്കും, ഒരാളുടെ ദീനിനെ നഷ്ടപ്പെടുത്തും, ഒരാളുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തും. വ്യക്തിത്വം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ ദേഹേച്ഛയെ പിൻപറ്റി കഴിഞ്ഞാൽ ഉണ്ടാകും. വൽ അഖ്ലു യൻഹാ അൻ ലദ്ദത്തിൻ തഅഖുബു അലമൻ വശഹ്വത്തിൻ തൂരിസു നദമൻ. ബുദ്ധി എന്നത്, ബുദ്ധി ദേഹേച്ഛക്കെതിരാണ്. ബുദ്ധി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു ദേഹേച്ഛ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബുദ്ധി ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ്, നമ്മൾ ഈ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ ഖേദമാണ് പിന്നീട് വരിക, കാലാകാലം ദുഃഖിക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന് നമ്മുടെ ബുദ്ധി പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ബുദ്ധിയെയും അതിജയിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക? ദേഹേച്ഛ വിജയിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ദേഹേച്ഛക്ക് നമ്മൾ മുൻഗണന നൽകുന്നത് ബുദ്ധിയെ മാറ്റിവെച്ചുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ദേഹേച്ഛയെ അതിൽ നിന്ന് പിന്മാറാൻ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഹാക്കിമുൽ അഖ്ൽ, നമ്മൾ ബുദ്ധിയിലേക്ക് നോക്കിയാൽ മതി. നമ്മെ ഒരു തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് മാടി വിളിക്കുകയാണ്, ഇന്ന തിന്മ ചെയ്യണം, ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് തിന്മ നമ്മെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ ക്ഷണിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? നമ്മുടെ ബുദ്ധിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി. ബുദ്ധി എന്താ പറയുന്നത് ആ സമയത്ത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ഇഷ്ടം നഷ്ടപ്പെടും, ജനങ്ങൾക്കിടയിലുള്ളതിൻ്റെ സ്ഥാനം ഇല്ലാതാകും, ഒന്നും വേണ്ട, ഒരുപാട് ഖേദം എന്ത് ചെയ്യും ഇതുമൂലം നീ അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, ചിലപ്പോൾ ഈ തിന്മക്ക് അടിമപ്പെട്ട് പിന്നെയും ഈ തിന്മ ആവർത്തിച്ച് അങ്ങനെ ആ തിന്മയിൽ ജീവിച്ച് അവസാനം ആ തിന്മയിലായി തന്നെ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ബുദ്ധി പറയുന്നുണ്ടാകും. എങ്കിലും ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? അവർ ബുദ്ധി അതിജയിച്ചുകൊണ്ട് ആ തിന്മ ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ നിൽക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഒന്നാമത്തേത്. നമ്മുടെ ബുദ്ധി അവിടെ പറയുക ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി, ആ സമയത്ത് നമ്മൾ ഒരു നിമിഷം നിന്ന് ആലോചിച്ചാൽ മതി, ഈ തിന്മ ചെയ്യലാണോ നല്ലത്, അതല്ല സ്വർഗമാണോ നല്ലത് എന്ന ഒറ്റൊരു ആലോചന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തിന്മയിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും. രണ്ടാമത്തത് ഹാക്കിമുദ്ദീൻ, ദീനിന് എന്താണ് അവിടെ പറയാനുള്ളത് എന്ന്. ഒന്ന്, നമ്മുടെ അഖ്ൽ എന്ത് പറയുന്നു, നമ്മുടെ ബുദ്ധി എന്ത് പറയുന്നു. രണ്ട്, ദീനിന് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. തിന്മയുടെ വിഷയത്തിൽ ദീൻ എന്താ പറയുന്നത്? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു മിസ്ഖാലു ദർറ, ഒരു അണുമണിത്തൂക്കം നന്മയാണ് ചെയ്തതെങ്കിലും അവനത് കാണും. ഇനി തിന്മയാണ് ചെയ്തതെങ്കിലോ അതും കാണും. അതുകൊണ്ട് തിന്മയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ റബ്ബിനെയാണ് ധിക്കരിക്കുന്നുള്ളത്, എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, എല്ലാ പ്രപഞ്ചത്തിന്റെ ഓരോ രഹസ്യങ്ങളെയും സംവിധാനിച്ച ആ റബ്ബിനെയാണ് ഞാൻ ധിക്കരിക്കുന്നത് എന്ന ആലോചന ഉണ്ടാകണം എന്നാണ്. അതാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, ലാ തൻദുർ ഇലാ സിഗരിൽ ഖതിഅ, തിന്മയുടെ ചെറുപ്പത്തിലേക്കല്ല നീ നോക്കേണ്ടത്, മറിച്ച് ഇലാ മൻ അസൈത, നീ ആരെയാണ് ധിക്കരിച്ചത് എന്നാണ് നീ പരിശോധിക്കേണ്ടത് എന്നാണ്. ധിക്കരിക്കുന്നത് ആരെയാ? അള്ളാഹുവിനെയാണ്. മാലിക്കുൽ മുലൂക്ക്, രാജാതിരാജനെയാണ് നമ്മൾ ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആലോചന ഉണ്ടാകണം. അതുകൊണ്ട് ഹവ, ദേഹേച്ഛയിൽ നിന്ന് തടുത്തു നിർത്താൻ നമ്മെ സഹായിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഇനി ഈ ദേഹേച്ഛയുടെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അഡിക്ഷൻ, ചില വിഷയത്തിലൊക്കെ അഡിക്ഷൻ നേരിടുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന ലഹരി വസ്തുക്കൾ, അതേപോലെ തന്നെ ചില ഗെയിമുകൾ, ഇങ്ങനെ അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ അവസ്ഥ എന്നുള്ളത് വൽയഅലമിൽ ലബീബു അന്ന മുദ്മിനി അശ്ശഹവാതി യസീറൂന ഇലാ ഹാലത്തിൻ ലാ യൽതദൂന ബിഹാ വഹും മഅ ദാലിക ലാ യസ്തതിഊന തർക്കഹാ. അഡിക്ഷൻ ബാധിക്കുന്ന ആളുകൾ തിന്മകൾ ചെയ്ത് ആ ഹവ പിന്നീട് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റണില്ല, അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ. അവരോടത് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യുന്നത് ആസ്വാദനം മൂലമാണോ? അഡിക്ഷനിൽ അകപ്പെട്ട ആളുകൾ അത് പിന്നീടും ആവർത്തിക്കുന്നത് ആസ്വാദനം കിട്ടാനാണോ? ഒരിക്കലുമല്ല. അവർക്കതിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ആസ്വാദനവും കിട്ടുന്നില്ല. ആദ്യം കുറച്ച് ആസ്വാദനം എന്ത് ചെയ്തിരുന്നു, അവർക്ക് കിട്ടിയിരുന്നു. പിന്നീട് അത് അവരുടെ ശീലമായി മാറിയ, പിന്നീട് അത് അവർ ചെയ്യുന്നുണ്ടാകും. പക്ഷെ എന്നാലും അവരുടെ മനസ്സെന്താ പറയാ, ഇത് ഒഴിവാക്കണം എന്നാണ്, ഇത് ഒഴിവാക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റണില്ല,
ഒഴിവാക്കാൻ പറ്റണില്ല. അപ്പൊ ഒഴിവാക്കാനും സാധിക്കുന്നില്ല. എന്നാ പോട്ടെ, ആ ചെയ്യുന്ന തിന്മയിൽ ആസ്വാദനം നേടാൻ സാധിക്കുന്നുണ്ടോ? അതുമില്ല എന്നാണ്. അപ്പൊ ദുനിയാവിൽ തന്നെ നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് ഇത്തരം അഡിക്ഷനുകളിൽ അകപ്പെട്ട ആളുകൾക്ക് നേരിടേണ്ടി വരിക. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തിന്മകളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറഞ്ഞത്. നമ്മുടെ സമാധാനം എന്ത് ചെയ്യും? അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന. ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരുപാട് ആളുകൾ ഇത്തരം അഡിക്ഷനുകൾക്ക് അകപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാനുള്ള എല്ലാ കളിയും കളിച്ചുകൊണ്ടിരിക്കാൻ. അവിടെയാണ് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖാണ് അത്തരം തിന്മകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അകപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അതായത് ഒരു കള്ള് ഷാപ്പിലൂടെ ഒരു വാഹനം കടന്നു പോവുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യൂല, നമുക്ക് യാതൊന്നും തോന്നൂല. കാരണം നമ്മളത് കുടിച്ചിട്ട് തന്നെയില്ല. അള്ളാഹു അത്തരം തിന്മകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അതേ സമയത്ത് അത് കുടിച്ച ഒരു വ്യക്തിയാണെങ്കിലോ, അതിലൂടെ പോകുന്ന സമയത്ത് അവന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റം എന്താ? അവനെ പ്രേരിപ്പിക്കും, അവനെ കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അത് പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനക്കത് വിഷയമല്ല, അവനക്കത് വിഷയമാകൂല എന്നുള്ളതാണ്. ഏത് തിന്മയും അങ്ങനെയാണ്. ഏത് തിന്മയും അത് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല റാഹത്തുണ്ടാകും. എന്നാൽ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തിന്മ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ബുദ്ധിയിൽ ചില പ്രക്രിയകൾ നടക്കുകയും വീണ്ടും എന്ത് ചെയ്യും? ബുദ്ധി അവൻ അത് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പ്രേരിപ്പിക്കുന്ന. അതുകൊണ്ട് പറഞ്ഞു വന്നത്, നമ്മൾ ഒരു ദേഹേച്ഛ, ഒരു തിന്മ, ആ തിന്മ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആലോചനകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പല തിന്മകളും ചില ആളുകളുടെ വ്യക്തിത്വത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അതായത് വ്യക്തിത്വം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ശഹ്വത്വപരമായ തിന്മകൾ, അത്തരം തിന്മകളിൽ അകപ്പെട്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട എത്ര ആളുകളുണ്ട്? സമൂഹത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? അവർ മാറ്റി നിർത്തപ്പെട്ടു. എന്തിന്റെ പേരിൽ? ഒരു തിന്മയുടെ പേരിൽ. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും അധികം വിലക്കാനുള്ള കാരണം അതാണ്. മനുഷ്യന്റെ അഭിമാനത്തിന് എന്തുണ്ട്? വിലയുണ്ട്. ആ അഭിമാനം ഇല്ലാതാക്കുന്ന, ആ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന, ആ അഭിമാനത്തെ കളഞ്ഞു കുളിക്കുന്നതാണെന്ത്? ഇത്തരം തിന്മകളിൽ നമ്മൾ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഹവയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരുപാട് കാര്യങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ദേഹേച്ഛയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക? അതിൽ ഒന്നാമത്തേത് ബിഅസീമതി ഹർരിൻ യുഗാറു ലിനഫ്സിഹി വഅലൈഹ. അവന്റെ നഫ്സിനെ അവൻ എന്ത് ചെയ്യണം? ആദരിക്കണം എന്നുള്ളതാണ്. ദൃഢമായ തീരുമാനം ഉണ്ടാകണം, ഞാൻ അത് ചെയ്യുകയില്ല. അപ്പൊ ദൃഢമായ തീരുമാനം എന്ന് പറയുമ്പോൾ ആ തീരുമാനത്തിന് സഹായകരമാകുന്ന എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതെല്ലാം ചെയ്യണം. ചില ആളുകൾ തൗബ ചെയ്യും, ചില തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്യും. പക്ഷേ ചില തിന്മകൾക്ക് തൗബ മാത്രം മതിയാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? തൗബ മാത്രം മതിയാകും. പക്ഷെ ആ തിന്മ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചില കാരണങ്ങൾ കൂടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. ആ കാരണങ്ങൾ കൂടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ തൗബ നമുക്ക് ഉപകരിക്കുക. അതല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? ആ തിന്മ വരും. അതായത് ഒരു തിന്മ ചെയ്ത് ആ തിന്മയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ തിന്മയിൽ നിന്ന് പുറത്തു വരിക എന്നത് ശ്രമകരമാണ്, ഭയങ്കര പ്രയാസമാണ്, വളരെ വലിയ പ്രയാസം നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ആ പ്രയാസം നേരിടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ നഫ്സിനെ നമ്മൾ ആദരിക്കണം. അതായത് എൻ്റെ നഫ്സിനൊരു വിലയുണ്ട്, ആ വില ഞാൻ എന്ത് ചെയ്യൂല, ഈ തിന്മ ചെയ്തുകൊണ്ട് ഞാൻ ഇല്ലാതാക്കുകയില്ല എന്ന് പറയണം. അതേപോലെ തന്നെ ദൃഢമായ തീരുമാനം ഉണ്ടാകണം. തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മയിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ ഉണ്ടാകും, ട്രിഗറുകൾ ഉണ്ടാകും. ആ ട്രിഗറുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിനെ പ്രേരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും ഒഴിവാക്കണം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നത് തിന്മയുടെ 4 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു മനുഷ്യന് ചിന്തയാണ് ഉണ്ടാകുക. അവർക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലും മോശമായ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരും. ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് ചോദ്യം ചെയ്യും. മോശമായ ചിന്തയുണ്ടായി, പക്ഷേ ആ ചിന്ത ഉണ്ടായതിൻ്റെ പേരിൽ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ പേരിൽ അത് കുറ്റമായി രേഖപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകുമോ?
ഇല്ല, ഒരിക്കലുമില്ല. മറിച്ച് ആ ചിന്ത പിന്നീട് ദൃഢമായ തീരുമാനമായി അത് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാലാണ് എന്ത് ചെയ്യുക, അള്ളാഹു തിന്മയായി രേഖപ്പെടുത്തുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ആദ്യം ചിന്തിക്കുകയാണ് ചെയ്യുക. അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ചിന്തയെ മാറ്റണം എന്നുള്ളതാണ്. കാരണം ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ആ ചിന്തയെ തിരിച്ചുവിടുക എന്നുള്ളതാണ്. മറിച്ച് ചിന്ത കഴിഞ്ഞിട്ട് അടുത്തത് ആലോചനയാണ്, ആലോചനയും കഴിഞ്ഞു, അടുത്തത് ദൃഢമായ തീരുമാനത്തിലേക്ക് എത്തി. ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ദൃഢമായ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറാന്നുള്ളത് എളുപ്പമാണോ? പിന്നീട് അതിൽ നിന്ന് പിന്മാറാന്നുള്ളത് എന്തല്ല, എളുപ്പമല്ല. കാരണം ദൃഢമായ തീരുമാനത്തിലേക്ക് എത്തി അത് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ അത് വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മനസ്സിലേക്ക് ഒരു തിന്മ ചെയ്യാൻ ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്തയെ തന്നെ എന്ത് ചെയ്യണം, നല്ല ചിന്തകളാക്കി മാറ്റണം എന്നുള്ളതാണ്. ഫിക്ർ ഏറ്റവും നല്ല ഫിക്റായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്ന ആളുകൾ ഏറ്റവും നല്ല ആളുകളാകണം. സ്വാഭാവികമായിട്ടും അവരെന്തേ പറയുള്ളൂ, നല്ല ചിന്തകളെ സംസാരിക്കുള്ളൂ, നല്ല സംസാരങ്ങളെ അവർ നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിക്ർ എപ്പോഴും എന്തായിരിക്കും, നന്മയെക്കുറിച്ചായിരിക്കും, ദീനിനെ കുറിച്ചായിരിക്കും. അങ്ങനെ നമ്മുടെ ഫിക്ർ എപ്പോഴും നന്മകൾ ആഗ്രഹിക്കുന്ന, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിക്ർ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഒന്നാമത്തേത് ദൃഢമായ തീരുമാനം, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ദേഹേച്ഛയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തിന്മയിൽ അകപ്പെട്ട ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ദൃഢമായ തീരുമാനങ്ങൾ എടുക്കണം. അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, സഹായം തേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവെ ഉൻസുർ, എന്നെന്ത് ചെയ്യണം, നീ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. രണ്ടാമത്തേത് ജുർഅതു സബ്രിൻ തസ്ബിറു നഫ്സുഹു അലാ മറാറതിഹാ തിൽക സ്സാഅ. ക്ഷമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. ക്ഷമ ഉണ്ടാവുക. അപ്പൊ അവിടെ ആ സമയത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷമക്ക് ഭയങ്കര കയ്പായിരിക്കും ആ ക്ഷമക്ക് ഉണ്ടാവുക. പക്ഷെ ആ സമയത്ത് ആ കയ്പുനീർ അത് നമ്മൾ നേരിടാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് ആസ്വാദനാണ്. അതുകൊണ്ട് ക്ഷമയുണ്ടാകണം. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്ത് വേണം, ക്ഷമ വേണം. നല്ല ക്ഷമ ആ വിഷയത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് പരമാവധി ക്ഷമിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. തിന്മകളുടെ ആഖിബത്ത്, അതേപോലെ തന്നെ അള്ളാഹുവിനെയാണ് ധിക്കരിക്കുന്നത്. അങ്ങനെ മനസ്സിനെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹബ്സുൻ നഫ്സ്, സബ്ർ എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിനെ പിടിച്ചു വെക്കലാണ്. മൂന്നാമത്തേത് ഖുവ്വത്തു നഫ്സിൻ തുശജ്ജിഉഹു അലാ ശുർബി തിൽകൽ ജുർഅ വശുജാഅതു കുല്ലുഹാ സബ്റു സാഅത്തിൻ വഖൈറു ഐശിൻ അദ്റകഹുൽ അബ്ദു ബിസബ്രിഹി. ഷുജാഅത്ത് ഉണ്ടാകണം, നല്ല ശക്തി ഉണ്ടാകണം ആ തിന്മയെ, ദേഹേച്ഛയെ നേരിടാൻ. സബ്റു സാഅ, ഒരു 5 മിനിറ്റ് ക്ഷമിച്ചാൽ മതി. തിന്മയുടെ വിഷയത്തിൽ ഒരു 5 മിനിറ്റ് ക്ഷമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും. ഒരടിമ ആസ്വദിക്കുന്ന ഏറ്റവും നല്ല ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷമയാണ്. അത്തരം ക്ഷമകളാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ജീവിതത്തിന് സഹായിക്കുക. നാലാമത്തേത് മുലാഹളതുഹു ഹുസ്ന മൗഖിഇൽ ആഖിബ വശിഫാഉ ബിതിൽകൽ ജുർഅ. നാലാമത്തേത് തിന്മയുടെ പര്യവസാനാണ്. തിന്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് വളരെ വലിയ മോശമായ, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രൂപത്തിലുള്ള പര്യവസാനം എന്ത് ചെയ്യും, ആ തിന്മയിലൂടെ ഉണ്ടാകും. ഒരു മോഷണക്കാരൻ എന്തെങ്കിലും മോഷ്ടിച്ചു, ആ മോഷ്ടിക്കുന്ന സമയത്ത് അവന്റെ നഫ്സ് എന്ത് ചെയ്യണം, അവനെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കാൻ. അങ്ങനെ പ്രേരിപ്പിച്ചു, അവൻ മോഷ്ടിച്ചു. പിന്നീട് ഉണ്ടാകുന്നത് എന്താ, അവൻ പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്നത് എന്താ, അവന്റെ അഭിമാനം എന്ത് ചെയ്തു, ആളുകളുടെ മുമ്പിൽ പിച്ചി ചീന്തപ്പെട്ടു എന്നുള്ളതാണ്. അവന്റെ അഭിമാനം എല്ലാം കളഞ്ഞു കുളിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് തിന്മ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആഖിബത്ത് എന്ത് ചെയ്യണം, നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. ഇത് ചെയ്താൽ പിന്നീട് എന്താണ് ഉണ്ടാകാൻ പോകുക, ദുനിയാവിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ നിന്ദ്യരായി പോകും. അങ്ങനെ ഒരു മോഷണം നടത്തി അത്തരം മോഷണത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് സമൂഹത്തിൽ നടക്കാൻ സാധിക്കുമോ? സമൂഹത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? ഒന്നിനും അദ്ദേഹത്തിന് സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ആഖിബത്ത്, പര്യവസാനം നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. വളരെ മോശമായ പര്യവസാനാണ്
പല തിന്മകളും നമ്മെ കൊണ്ടെത്തിക്കുക. ഒരു സഹോദരനെ കുറിച്ച് പറയുന്നത്, ആ സഹോദരൻ അദ്ദേഹം യൂണിവേഴ്സിറ്റി പഠനകാലത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു തിന്മയിൽ എന്ത് ചെയ്തു, അകപ്പെട്ടു. എന്നാൽ ആ തിന്മയിൽ നിന്നെല്ലാം എന്ത് ചെയ്തു, പൂർണ്ണമായും തൗബ ചെയ്തു മടങ്ങി ആ ഒരു ജീവിതം തന്നെ ഉപേക്ഷിച്ചു. പിന്നീട് ഏറ്റവും നല്ല ജീവിതം അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യയുണ്ട്. അങ്ങനെ പ്രസവത്തിന്റെ സന്ദർഭം, ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു വിഷയം, ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എയ്ഡ്സ് ആണെന്ന് പറഞ്ഞു എന്നാണ്. മുമ്പുണ്ടായ ബന്ധത്തിൽ എന്തോ ഒരു പിശകുണ്ടായിട്ടുണ്ട്, എയ്ഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. എയ്ഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഭാര്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, കുട്ടിയിലേക്കും എത്തും. കുട്ടിയിലേക്ക് എത്താതിരിക്കാനുള്ള പണിയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ അവര് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവർ രണ്ടുപേരും നരകിച്ച് ജീവിക്കാൻ. കാരണം രണ്ടാളുകളുടെ ജീവിതം എന്ത് ചെയ്തു, അവസാനിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണത്? ഒരു തിന്മ. അന്ന് ആ തിന്മയുടെ ആഖിബത്ത് അവർ ആലോചിച്ചിട്ടില്ല. അന്ന് ആ തിന്മ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്ന പര്യവസാനം എന്ന് ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ ഉണ്ടായതോ, ഒരിക്കലും താങ്ങാൻ സാധിക്കാത്ത വളരെ വലിയ വേദനയാണ് ആ തിന്മ ഉണ്ടാക്കിയത് എന്നാണ്. അതുകൊണ്ട് പല തിന്മകളും ബാക്കി വെക്കുക കാലാകാലമുള്ള ഖേദങ്ങളാണ്. എന്നും ഖേദിക്കേണ്ട അവസ്ഥകളാണ്. ആളുകളുടെ മുമ്പിൽ നിന്ദ്യരായി നടക്കേണ്ട അവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട വിഷയം, നിരന്തരം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഇത്തരം ദേഹേച്ഛകളിൽ നിന്ന് പിന്മാറി നിൽക്കുവാനും അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ സഹായം വളരെ അനിവാര്യമാണ്. അതോടൊപ്പം നല്ല ഒരു സമൂഹവും നല്ല കൂട്ടുകെട്ടുമെല്ലാം ഉണ്ട് എങ്കിൽ പല തിന്മകളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു തിന്മയിലും അകപ്പെടാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല ജീവിതം ജീവിക്കുവാനും എല്ലാ തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മരിക്കുന്ന നേരത്ത് പൂർണ്ണ തൗബ ചെയ്തുകൊണ്ട് മരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.